നമുക്ക് ഇന്ന് കുറച്ച് ചെറിയ ചെറിയ വലിയ വലിയ പെട്ടികൾ പൊട്ടിക്കാനുണ്ട്. മാസങ്ങളായിട്ട് ഞാൻ പറയുന്ന അപ്പാർട്ട്മെന്റ് മേക്ക് ഓവർ ഇപ്പൊ കുറച്ചൊക്കെ ആയിട്ട് ചെയ്ത് വരുന്നുണ്ട്. റൂമും കിച്ചണും ലിവിംഗ് റൂമും എല്ലാം മേക്ക് ഓവർ ചെയ്യണം എന്ന് പറഞ്ഞ് അവസാനം ഒന്നും ചെയ്യാതായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഒരു സൈഡ് അങ്ങോട്ട് എടുക്കാം, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മൊത്തം മേക്ക് ഓവർ ചെയ്തതിനു ശേഷം അടുത്ത ഭാഗത്തിലോട്ട് പോകാന്ന്. അങ്ങനെ ഇപ്പൊ എന്റെ മൊത്തം കോൺസെൻട്രേഷനും ലിവിംഗ് റൂമിലാണ്. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മേക്ക് ഓവർ ഇത്രയും വൈകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രോപ്പർ വിഷൻ ഇല്ല. അതായത് ഞാനൊരു എസ്തെറ്റിക്സ് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, എന്തൊക്കെ കോർണർ എങ്ങനെയൊക്കെ ആക്കി മാറ്റണം എന്നുള്ളതിൽ എനിക്ക് പ്രോപ്പർ ആയിട്ടൊരു വിഷൻ ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുഷൻസ് വാങ്ങിയ ടൈമിൽ കുറേ കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. ഒരു ബ്രൗൺ ബേസ് സോഫയും ഇന്റീരിയർ ഒക്കെ ആയതുകൊണ്ട് കളർഫുൾ ആയിട്ടുള്ള കുഷൻസ് ഒന്നും മാച്ച് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആക്ച്വലി ഞാൻ ഇപ്രാവശ്യം ചൂസ് ചെയ്തിട്ടുള്ള എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ഒരു എക്ലെക്റ്റിക് എസ്തെറ്റിക്സ് ആണ്. അതിന്റെ എസ്തെറ്റിക്സ് എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. മിനിമലിസ്റ്റ്, ബൊഹീമിയൻ, ക്യൂട്ട്, കവായി, വിന്റേജ് ഇങ്ങനെയുള്ള പല എസ്തെറ്റിക്സും കേട്ടിട്ടുണ്ടാവും. ഇതൊന്നും അല്ലാതെ പല തരത്തിലുള്ള എസ്തെറ്റിക്സ് ഉണ്ട്. അതിൽ പെട്ടൊരു സംഭവമാണ് ഈ എക്ലെക്റ്റിക് എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് പല സ്റ്റൈൽസ് ആൻഡ് ഫോംസിന് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ റൂം ഡെക്കർ ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലും പരിചയം ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു ഏരിയ ഞാൻ മേക്ക് ഓവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ ആ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്റ്റൈലിനെ പറ്റിയിട്ടും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയാട്ടോ. ഇന്ന് നമ്മൾ പൊട്ടിച്ച കവറിൽ മുക്കാ ഭാഗവും ഫ്രെയിംസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ നമ്മൾ കുറച്ച് ഫ്രെയിംസ് വാങ്ങിച്ചില്ലേ, അതല്ലാതെയും കുറെ ഫ്രെയിംസ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടേബിൾ എന്റെ റൂം മേക്ക് ഓവർ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാരും പണ്ടത്തെ ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഓർമ്മയുണ്ടാവും. സെയിം സാധനം ഒരു ഹെക്സഗൺ ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റൂൾ എന്റെ റൂമിലുണ്ട്. അതേപോലത്തെ ഒരു സംഭവമാണ് ഇത്. അപ്പൊ ഈ ഒരു ഏരിയ ആണ് ഞാൻ ഫസ്റ്റ് മേക്ക് ഓവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു എസ്തെറ്റിക്സിനെ പറ്റിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ലിങ്ക് ഏതെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം.